ഞാനിന്ന് കുറച്ച് റമദാൻ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. നല്ല മഴയും കാറ്റുമാണ് ഇവിടെ അല്ലേ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ മുഖവും പല്ലൊക്കെ കോച്ചി പിടിച്ചിരിക്കാണ്. ഇതെൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഏഷ്യൻ സ്റ്റോറാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട നല്ല നാട്ടിലെ പച്ചക്കറികളൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ സ്പൈസസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് പൊതുവേ മീറ്റും പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കാറ്. പിന്നെ ഇവിടെ ഫ്രഷ് ഐറ്റംസിന് പുറമെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങയൊക്കെ ഫ്രോസൺ ആയിട്ടും കിട്ടും. അതല്ലാതെ നമ്മുടെ പൊറാട്ട പിന്നെ ഇതുപോലെ അരിപ്പത്തിരി കാര്യങ്ങളൊക്കെ ഫ്രോസൺ ആയിട്ട് കിട്ടും. നമുക്ക് വീട്ടിൽ പോയിട്ടൊന്ന് ചുട്ടെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പെട്ടെന്ന് കുക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ ചുട്ടിട്ടൊക്കെ എടുക്കാൻ മതിയാവും. വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ ഒരു ചെറിയ ഷോപ്പിങ്ങിന് ശേഷം ഇന്ന് മെയിൻ ഷോപ്പിംഗ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് എനിക്ക് ഗ്രോസറിക്ക് പുറമെ ബാക്കി ക്ലീനിങ് ഐറ്റംസും ഡിഷ് വാഷ് ലിക്വിഡ് അങ്ങനത്തെ ഡിറ്റർജൻറ്റ് ലിക്വിഡ്സൊക്കെ മേടിക്കാനുണ്ട്. ഞാനെപ്പോൾ വന്നാലും ഇവിടെ ഹോം ഡെക്കോർ അല്ലെങ്കിൽ ഹോം അപ്ലയൻസൊക്കെ ഉള്ള സൈഡിൽ ഒന്ന് വന്ന് നോക്കാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി വന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വന്നൊന്ന് ചുറ്റിക്കറങ്ങി എല്ലാം ഒന്ന് കണ്ണോടിച്ചിട്ട് പോവും. ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഞാൻ എടുക്കുന്ന ഐറ്റംസൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കാണിച്ച് പോവാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഐറ്റംസൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ ഇന്ത്യൻ സ്നാക്ക്, കോക്കനട്ട് ഓയിൽ, പിന്നെ കോക്കനട്ട് വാട്ടർ, അതല്ലാതെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മേടിക്കാൻ വേണ്ടി കിട്ടും. എനിക്കൊരു ഡേറ്റ്സ് ഹെൽത്തി ബാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പീനട്ട് ബട്ടർ വേണമായിരുന്നു. അപ്പോൾ ഞാൻ അതിലേതാ നല്ലതെന്നൊക്കെ നോക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. ഈ ആവശ്യമുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഷോപ്പിംഗ് ഒക്കെ ഞാൻ എല്ലാ വീക്കും ചെയ്യാറുണ്ട്. അതായത് അടുത്ത വീക്ക് എന്താ കുക്ക് ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ട് അതിനോട്ട് വേണ്ടത് ഈ വീക്ക് മേടിക്കും. അങ്ങനെ ഞാൻ എല്ലാ വീക്കും നെക്സ്റ്റ് വീക്കിലോട്ട് വേണ്ടത് ഫ്രഷ് ആയിട്ട് എപ്പോഴും മേടിക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നതും നെക്സ്റ്റ് വീക്കിലോട്ടുള്ളത് എന്തൊക്കെയാണ് അടുത്ത വീക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കി അതിന് വേണ്ടിയിട്ടുള്ള മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഈ ഫ്രോസൺ ഡംപ്ലിങ്സ് എനിക്ക് ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ്. ഞാൻ എപ്പോഴും കഴിക്കാറുണ്ട്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് സ്റ്റീം ചെയ്ത് കഴിക്കാൻ പറ്റുന്നതായതുകൊണ്ട് ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഈ ബില്ലിട്ട് കഴിഞ്ഞാൽ എല്ലാം ബാഗിലാക്കുന്ന ടൈം എനിക്ക് നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമാണ്. എനിക്കൊക്കെ വെയിറ്റ് നോക്കി വെയിറ്റ് അനുസരിച്ചിട്ട് ഓരോ ബാഗിലോട്ട് ആക്കും വേണം. പിന്നെ പല ഐറ്റംസ് എനിക്ക് മിക്സ് ചെയ്ത് വെക്കുന്നത് ഇഷ്ടമില്ല. അപ്പോൾ ആ കുറച്ച് നേരം ഞാൻ ആകെ കൂടെ ഒന്ന് സ്ട്രെസ് ഔട്ടാവും. എന്നാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതെനിക്കറിയാം. പക്ഷേ എന്നാലും എനിക്ക് ആ ഒരു ടൈം എന്തൊക്കെയാണ് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു വെപ്രാളം പോലെ ആയിരിക്കും. ഞാനെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് എവിടെയൊക്കെ വെക്കേണ്ടതെന്ന് നോക്കി അതൊക്കെ വെക്കേണ്ട സ്ഥാനത്ത് വെക്കേണ്ട പണിയുള്ളൂ. ഇന്നലെ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ എനിക്കൊരു കോൾ വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ബിസി ആയിപ്പോയി. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കണം ഇന്നലെ മേടിച്ചു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നെക്സ്റ്റ് വീക്കിലോട്ടൊരു മീൽ പ്രെപ്പ് ചെയ്ത് വെക്കാമെന്നാണ്. ഓൾ വീക്കിലോട്ടല്ല, എനിക്ക് വെനസ്ഡേ ഇനി ഒരു ഓഫ് ഉണ്ട്. അപ്പോൾ ഒരു കമ്മിങ് 2-3 ഡേയ്സിന് വേണ്ട കുറച്ച് പെട്ടെന്ന് ചിക്കനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കലും പിന്നെ കുറച്ച് ഡ്രിങ്ക്സ് ഉണ്ടാക്കി വെക്കലും പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ പൊടിച്ച് വെക്കലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഒന്ന് രാവിലെ എണീറ്റ് റമദാനൊക്കെ ആയതുകൊണ്ട് വീടൊക്കെ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്ത് ചെറിയ ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡെക്കോർ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല. എൻ്റെ ചാനലെടുത്ത് കഴിഞ്ഞാൽ ഫുള്ള് അത് തന്നെയാണ് ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാൻ അത് അധികം കാണിക്കുന്നില്ല. ചെറുതായിട്ട് ഇത്തവണ അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ലാസ്റ്റ് ഇയർ ഒരു ഗ്രീൻ ഗോൾഡ് ബ്ലാക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ഇപ്പോൾ ഓൾറെഡി സ്പ്രിങ് ആയല്ലോ. അപ്പോൾ ഞാൻ അതിനോട് മാച്ചായിട്ടുള്ളൊരു ഇതിൽ ഒക്കെയാണ് ചെയ്തിട്ടില്ല. അതിലൂടെ കുറച്ച് ഗോൾഡ്
എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഇത്തവണ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത കുറച്ച് ഈ വീഡിയോയിൽ അങ്ങനെ കാണിക്കാം, ഡെക്കോറായിട്ട് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. ഇങ്ങനെയാണ് ഇപ്പോൾ ലിവിങ് ഏരിയ ഉള്ളത്. ഇവിടെ ഞാൻ ഊതൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഊത് ബർണർ വെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഊത് കോൺസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ജാറും വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി സ്പ്രിംഗ് ഡെക്കോർ ചെയ്തുകൊണ്ട് തന്നെ റമദാൻ ആയപ്പോൾ അതിനോട്ട് മാച്ചായി പോകുന്ന കുറച്ച് ഗോൾഡ് എലമെൻറ്റ്സിലെ ഐറ്റംസ് മാത്രം മേടിച്ച് ആഡ് ചെയ്യാണ് ചെയ്തത്. അകത്തിപ്പോൾ ഞാൻ കാണിച്ച പോലെ ആ ഹോളിലും ആ ടി വി സ്റ്റാൻഡിലും മാത്രമേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഉള്ളത് ഡോറിൽ, മെയിൻ ഡോറിൽ ഞാൻ ഇങ്ങനൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരെ കാണിക്കാം. അപ്പോൾ അതാണ് അത്. നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിംഗ് പോവാം. കുറച്ചധികം സംഭവങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ ടൈം എടുക്കും. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോന്നായിട്ട്. ഇപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് സ്പൈസസ് ഒക്കെ പൊടിച്ച് വെക്കുക എന്നുള്ളതാണ്. അതിൽ ഗരം മസാല മിക്സും പിന്നെ ബ്ലാക്ക് പെപ്പറൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ച് വെക്കണം. പിന്നെ ഉള്ളത്, ഞാൻ നല്ല ചായ കുടിക്കുന്ന ഒരാളാണ്. ചായ എന്ന് പറയുമ്പോൾ എനിക്കതിൽ നമ്മുടെ സിന്നമണും പിന്നെ അങ്ങനത്തെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടില്ല മസാല ടീയാണ് എനിക്ക് നല്ല ഇഷ്ടം. അപ്പോൾ ഞാൻ പൊതുവേ ചായ ഉണ്ടാക്കുമ്പോൾ അതിനെല്ലാം കുറച്ച് എടുത്ത് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പൊക്കെ ആയത് കാരണം എന്നാലും ഞാൻ രാത്രി ഒരു ചായ കുടിക്കും. അപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒക്കെ മിക്സ് ചെയ്തൊന്ന് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്പൂൺ അതിൽ നിന്ന് എടുത്ത് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഞാനങ്ങനെ ചായ സ്പൈസ് എന്നൊക്കെ പറഞ്ഞ് ഒരു ജാറൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ അങ്ങനെ കുറച്ച് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് നടക്കുമെന്ന് അറിയില്ല, ഒരു കുറച്ച് ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഒരു വെയിറ്റ് ലോസ്, അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസ് ഒന്നും ഉണ്ടാവില്ല, ഒരു ഡീടോക്സ് ഡ്രിങ്ക് പോലെ ഞാൻ കുറേ റീൽസൊക്കെ കണ്ടിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ്. പിന്നെ കുറച്ച് മിനി ഷോർട്ട് ഡ്രിങ്ക്സ് ഉണ്ടാക്കണം. നോമ്പ് തുറക്കുമ്പോൾ അല്ല ജ്യൂസ് പോലെയല്ല, ഇങ്ങനെ അത്താഴത്തിനോ അല്ലെങ്കിൽ കിടക്കുന്ന നേരത്തൊക്കെ കുടിക്കാൻ പറ്റിയ കുറച്ച് ഷോർട്ട്സ് ഉണ്ടാക്കി എടുക്കണം. പിന്നെ ഉള്ളത് ചിക്കൻ മസാല തേച്ച് വെക്കുക, ഉള്ളി കുറച്ച് അരിഞ്ഞ് വെക്കുക, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാനൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചായക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് പിന്നെ ബ്ലാക്ക് പെപ്പർ പൊടിക്കാൻ, പിന്നെ ഇത് ഓൾ സ്പൈസസ് ആണ്. ഇതിൽ എല്ലാതും ഉണ്ട്, നമ്മുടെ ജീരകം, അങ്ങനെ എല്ലാം ഇതിന് വേണ്ട സ്പൈസസ് ഇതിലുണ്ട്. പിന്നെ ഞാൻ എല്ലാം ഒന്ന് റീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലുള്ളത്. ചില സംഭവങ്ങളൊക്കെ എനിക്ക് തീർന്നിട്ടുണ്ട്, ഇനി അതൊക്കെ മേടിക്കണം. അങ്ങനെ ഇത് വെയിറ്റ് ലോസിനുള്ളതാണ്. അപ്പം ഞാൻ ഓരോന്നോരോന്നായി എടുത്ത് മിക്സ് ചെയ്ത് പൊടിച്ച് കണ്ടെയ്നറിലാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഗരം മസാലയും പിന്നെ പെപ്പർ പൗഡറൊക്കെ പൊടിച്ചെടുത്തു. ഇനിയിപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞ വെയിറ്റ് ലോസ് ഡ്രിങ്കാണ്. അതിന് നമുക്ക് വേണ്ടത് ഇത് ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ ഉലുവ, പിന്നെ ഇത് സുവാൻ അജുബൈൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കണത്. ഇതിന് ഒരു മോദകത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് ഉള്ളത്. മേ ബി ചിലപ്പോൾ ഇത് അതായിരിക്കാം, പക്ഷെ എനിക്ക് അത്ര ഷുവറല്ല. പിന്നെ ഇത് നമ്മുടെ കരിഞ്ചീരകമാണ്. ഇതെല്ലാം കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് പിന്നെ നമ്മൾ രാവിലെ അല്ലെങ്കിൽ രാത്രി വെള്ളം ചൂടാക്കിയിട്ട് അതിലോട്ട് ഇതൊരു ചെറിയ സ്പൂണിലിട്ടിട്ട് പിന്നെ അങ്ങനെ കുടിക്കാണ് വേണ്ടത്. നമ്മുടെ ഫാറ്റ് ബേണിനൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടില്ലേ. ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്ത കാരണം എനിക്കത്ര അറിയില്ല അതിനത്ര റിസൾട്ട് ഉണ്ടാവുന്നൊക്കെ. എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഒരേ അളവിലെടുത്ത് വറുത്ത് പൊടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഷോർട്ട് ഡ്രിങ്ക്സിന് വേണ്ടി ഞാൻ ക്യാരറ്റ്, ലെമൺ, ജിഞ്ചർ എടുത്തിട്ടുണ്ട്. വേറൊന്നിൽ ജിഞ്ചറും ലൈമും ലെമണും പിന്നെ സിന്നമൺ പൗഡറും എടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ഡ്രിങ്കിന് വേണ്ടി ഇവിടെ ഇങ്ങനെ കുക്ക്ഡ് ബീട്രൂട്ട്സ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ അതെടുത്തിട്ടുണ്ട്. ഇതാവുമ്പോൾ ബീട്രൂട്ടിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതിലോട്ട് കുറച്ച് സോക്ക് ചെയ്ത് വെച്ച സിയാ സീഡ്സും വേണം. പിന്നെ ഒരു ലെമണാണ് വേണ്ടത്. ഫസ്റ്റ് ഞാൻ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിയെടുത്തു. എല്ലാം ഒന്ന് കട്ട് ചെയ്യുക, മിക്സ് ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിലോട്ട് ഹണിയും ലെമണും സ്ക്യൂസ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ട കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ബീട്രൂട്ടും അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ബീട്രൂട്ട്, ചിയാ സീഡ്, പിന്നെ മിൻറ്റ്,
ഞാൻ കാണിച്ചല്ലോ. അപ്പം എല്ലാം സെറ്റായി ഞാൻ എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു. ഇപ്പം ഇങ്ങനെ കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ. ഇനി ഞാൻ പറഞ്ഞ ഡേറ്റ്സ് ബാറാണ് ഉണ്ടാക്കാനുള്ളത്. അതിലോട്ട് വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റ്സ് വേണം, പീനട്ട് ബട്ടർ വേണം, പിന്നെ കുറച്ച് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ബാർ വേണം, പിന്നെ നട്ട്സും കൂടെ വേണം. അപ്പം ഞാൻ ആദ്യം ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കുരുകളഞ്ഞെടുത്ത് ഇതിലോട്ടൊരു ലെവലിൽ ഇങ്ങനെ അടുക്കി വെച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച ഡേറ്റ്സിൻ്റെ മേലെ ഒരു ലെയർ പീനട്ട് ബട്ടർ കൊടുക്കുക, അടുത്ത ലെയർ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് കൊടുക്കുക, അതിൻ്റെ മേലെ നട്ട്സ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫ്രോസ് ചെയ്തെടുത്ത് വെക്കാം. ലാസ്റ്റായിട്ട് ടാക്കോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. അതിൽ കട്ട് ചെയ്ത ചിക്കനിലോട്ട് ഹോൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വഴറ്റി വെച്ച സവാളിലോട്ട് ജസ്റ്റ് ഈ ചിക്കൻ ആഡ് ചെയ്യാൻ മാത്രമാണ് വേണ്ടത്. അപ്പം ഞാൻ ഉള്ളിലൊക്കെ സോട്ട് ചെയ്ത് ചിക്കൻ ഇട്ട് ഇവിടെ റെഡിയാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതൊരു ബോക്സിലാക്കി ഫ്രോസ് ചെയ്യാൻ വേണ്ടി വെക്കും. എങ്ങനെ ഈദാവാനായി നോമ്പൊക്കെ പെട്ടെന്ന് ഒരു മാസം കഴിഞ്ഞു. ഞാനിതാ ഇന്നിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പുറത്ത് പോവാണ്. ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്. പുറത്ത് നല്ല കാറ്റിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര കേൾക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനങ്ങനെ ഇവിടെ മുകളിൽ 2-3 എത്നിക് വെയർസ് കിട്ടുന്ന ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്നാണ് വിചാരിച്ചിട്ടില്ലേ. പിന്നെ ഇന്ത്യൻ ക്ലോത്ത്സ് കിട്ടുന്ന സ്ട്രീറ്റും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറ്റാനെങ്കിൽ പോകണം, ഇല്ലെങ്കിൽ വേറൊരു ദിവസം പോയി നോക്കണം. പിന്നെ എല്ലാവരുടെയും നോമ്പൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് നോമ്പ് വളരെ പെട്ടെന്ന് പോയി. വർക്കിങ്ങൊക്കെ ആയ കാരണം ഫുള്ള് ബിസിയായി പോയി. വർക്ക് കഴിഞ്ഞ് വരിക, നോമ്പ് തുറക്കാം, അങ്ങനെ നെക്സ്റ്റ് ഡേ അങ്ങനെ പെട്ടെന്ന്. ഇതാണ് ഈ മോളിലെ 2 സൽവാർസും നമ്മുടെ പാർട്ടി വെയർസൊക്കെ കിട്ടുന്ന ഷോപ്പ് വരുന്നത്. ഈ 2 ഷോപ്പിലും നല്ല കളക്ഷൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ തന്നെ ഉള്ള നല്ലൊരു ഷോപ്പെന്ന് പറയാനുള്ള ഇത് 2 ഉള്ളൂ. അപ്പം നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോയാൽ ഏത് ഡേയിൽ നോക്കുമ്പോൾ കുറേ പേര് ഇവിടെ നിന്നുള്ള കളക്ഷൻസ്, അത് സെയിം നമ്മുടെ ഡ്രസ്സ് തന്നെ ഇട്ട് കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഇത്തവണ ഇങ്ങനെ ചെറിയ ഫ്ലോറൽസൊക്കെ വരുന്ന പേസ്റ്റൽ കളേഴ്സും അല്ലാതെ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഈ ഗ്രീൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ യെല്ലോവും കാണാൻ നന്നായിട്ടുണ്ട്. പിന്നെ നല്ലത് 2 ട്രയൽ ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇത് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത്. ഇതിനെല്ലാത്തിൻ്റെയും കൂടെ പാൻസ് വരുന്നുണ്ട്, പക്ഷേ ഷോളില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ വേറെ സെപ്പറേറ്റ് ഷോൾ ഞാൻ നോക്കി ഇടണ്ടേ, അപ്പോൾ ഭംഗി ഉണ്ടാവുമോ അല്ലെങ്കിൽ ഉള്ള ഭംഗി പോകുമെന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കണോ വേണ്ടെന്നുള്ള ചിന്തയിലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഷോപ്പിൽ കയറി. ഇനി ഇവിടെ നോക്കട്ടെ. ഇവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കണം. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഒന്ന് എടുക്കും. ഈ യെല്ലോ കൊള്ളാലേ, ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ കുറച്ച് സീത്രൂ ആണ്. അകത്ത് ഇന്നേഴ്സ് വല്ലതൊക്കെ ഇട്ടാലേ ഉള്ളൂ ഇത് ഇടാൻ വേണ്ടിയിട്ട് പറ്റൂ. പിന്നെ ഈ വൈറ്റും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിൽ ആ പിങ്ക് ഫ്ലോറൽസും പിന്നെ ആ ഗോൾഡൻ ലേസൊക്കെ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 എടുത്ത് ട്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഷോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ സെപ്പറേറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഫുൾ സെറ്റായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇത്തവണത്തെ പെരുന്നാൾ ഡ്രസ്സായിട്ട് ഇതൊന്നൊന്ന് ചൂസ് ചെയ്ത് മേടിച്ചു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി സെഫോറിയിലൊന്ന് കയറി. എനിക്ക് ഇവിടുന്ന് 1-2 ഷെയ്ഡ് മാച്ചസ് ഒക്കെ നോക്കാനുണ്ട്. ഞാൻ സാധാരണ ഓൺലൈനിലാണ് കോസ്മെറ്റിക്സ് ഒക്കെ മേടിക്കാറ്. ഓഫേഴ്സൊക്കെ വരുമ്പോൾ നോക്കി മേടിക്കാറാണ്. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഏതെങ്കിലുമൊക്കെ സ്റ്റോറിൽ കയറി ഷെയ്ഡ് മാച്ചും കാര്യങ്ങളൊക്കെ നോക്കി സെറ്റാക്കിയിട്ടാണ് പിന്നെ എടുക്കാറ്. എനിക്ക് ഈ മെരിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കൺസിലർ സ്റ്റിക്ക് വേണമായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ എൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. ഇവരുടെ തന്നെ ഈ ഇൻസ്റ്റൻറ്റ് ഗ്ലോസറും അടിപൊളിയാണ്. ഞാനിപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് മേക്കപ്പിൻ്റെ മുമ്പ് ബേസായിട്ട് യൂസ് ചെയ്യാം. അപ്പം നമുക്കൊരു
ഗ്ലാസ് സ്കിൻ, ഒരു ഡൂയി സ്കിന്നൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ 1-2 ബ്ലഷൊക്കെ ട്രൈ ചെയ്ത് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. ഇനിയിപ്പോൾ വീട്ടിൽ പോവാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നോമ്പായതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വീട്ടിൽ പോവാണ്. ഹായ്, എല്ലാവർക്കും ഈദ് മുബാറക്ക്. അങ്ങനെ ഇന്ന് പെരുന്നാൾ രാവായി. ഞാനിവിടെ അടുത്തുള്ളൊരു ഈദ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈദ് ഫെസ്റ്റിൽ പോവാണ്. അവിടെ ഇങ്ങനെ ഒരു ഏരിയ ഫുള്ള് കടകളൊക്കെ ആയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു സ്ട്രീറ്റ് തന്നെയുണ്ട്. ഫുള്ള് വൈബാണ്. അപ്പോൾ ഞാൻ അവിടെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഞാൻ ഓൾമോസ്റ്റ് റെഡിയായി. ഇനിയിപ്പോൾ ഇതിന് മേലൊരു അബായ കൂടെ ഇട്ടാൻ വേണ്ടി മതി. എന്നാലും ഞാൻ അവിടെ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. എങ്ങനെയാണ് നമ്മളെ നാടല്ലാണ്ട് പുറത്ത് എങ്ങനെയാണ് ഈദ് നില്ലേക്കൊരു ഈദ് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റുന്ന സ്ഥലം തന്നെയായിരിക്കും. അവിടെ പോയാലും പൊതുവെ നമ്മുടെ ആൾക്കാരൊക്കെ കൂടുതൽ കാണാറുണ്ട്. എന്തായാലും നാട്ടിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു വൈബാണ്. നാട്ടിലത്തെ പോലെ അല്ലല്ലോ ഇവിടെ. നമ്മൾ വീട്ടുകാരൊക്കെ വിട്ട് നിൽക്കുമ്പോൾ ഇല്ലതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പെരുന്നാൾ ആഘോഷിക്കാറ്. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ നാളെ രാവിലെ പള്ളിയിൽ പോകണം. ഫുഡൊക്കെ ഓൾറെഡി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് രാവിലെ പള്ളിയിൽ പോയി വന്നിട്ട് കുക്ക് ചെയ്യലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം രാവിലെ എണീറ്റ് പോയി പിന്നെ പള്ളി കഴിഞ്ഞ് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെത്തുമ്പോഴേക്ക് അത്യാവശ്യം ടൈമും പിന്നെ കുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഓൾറെഡി ക്ഷീണിച്ചിട്ടായതുകൊണ്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പം ഞാൻ ഇന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ എണീക്കുക, പള്ളിയിൽ പോവുക, വന്ന് ഫുഡ് കഴിക്കുക, പിന്നെ പുറത്തെവിടെയെങ്കിലുമൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുക. അതൊക്കെയാണ് ഒരു പെരുന്നാൾ എന്ന് പറയുന്നത് ഇവിടുത്തെ. സോയാ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ബൈ. നിങ്ങൾക്കിത് കണ്ടിട്ട് ലണ്ടനാന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ നല്ല തിരക്കാണ്. ഈ ഏരിയയിൽ പൊതുവെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ആൾക്കാരൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരുണ്ടാവും കൂടുതൽ. പിന്നെ അതിന് പുറമെ നമ്മുടെ പോലെ മലയാളീസും പിന്നെ ബാക്കി ഇന്ത്യൻ മുസ്ലിംസും കാര്യങ്ങളും ഏഷ്യൻ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ തിരക്ക് തന്നെയാണ് ഇവിടുത്തെ രസം. ഇങ്ങനെ സൈഡിലിരുന്ന ആൾക്കാർ മൈലാഞ്ചി ഇടുന്നതും പല കച്ചവടക്കാരും സ്ട്രീറ്റ് ഫുഡ്സും പിന്നെ നമ്മുടെ എത്നിക് വേഴ്സൊക്കെ കിട്ടുന്ന കുറേ സ്റ്റോറൊക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ലൊരു വൈബാണ് ഇവിടെ. ഇപ്പോൾ എല്ലാ പ്രാവശ്യവും പെരുന്നാൾ വരുമ്പോൾ ഇവിടെ പോവാതില്ലെങ്കിൽ നമുക്ക് ഒരു രസമുള്ള കാര്യമാണ്. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് സ്റ്റോറിലൊക്കെ കയറി. ഈ ലാസ്റ്റ് മിനിറ്റ് പെരുന്നാൾ ഷോപ്പിംഗ് അല്ലെങ്കിലും നല്ല രസമാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് വളകളും ജ്വല്ലേഴ്സൊക്കെ നോക്കി അങ്ങനെ നടക്കായിരുന്നു. ഈ സ്ട്രീറ്റ് രാത്രി വൈകി ഒരു ടൈം വരെ ഓണാണ് കേട്ടോ. ഞാൻ എന്തായാലും അവിടെ കുറച്ച് നേരമൊക്കെ നടന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ച് വീട്ടിൽ തിരിച്ചു പോവാണ്. ഹലോ, അങ്ങനെ ഈദ് ഡേ ആയില്ലേ. ഫൈനലി ഞാനപ്പോൾ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടിട്ട് ഇനി ജസ്റ്റ് ഒന്ന് അക്സസറൈസ് ചെയ്യണം. ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ഈദ്ഗാഹിലാണ് പോകുന്നത്. ഇത്തവണ ഞാൻ പള്ളിയിലോട്ട് പോകണില്ല. എല്ലാ തവണയും പള്ളിയിലാണ് പോവാറില്ലത്. ഇന്നലെ പുറത്തൊക്കെ പോയി വന്ന് ലേറ്റായി കിടന്നുകൊണ്ട് രാവിലെ നേരത്തെ എണീക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാനൊക്കെ മാറിയത്. അതല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം ഇവിടെ ലണ്ടനിൽ ഒരു സെൻട്രൽ മോസ്ക് ഉണ്ട്, അവിടെയാണ് പോവാറുള്ളത്. അപ്പോൾ തവണ ലേറ്റായ കാരണം ഇനിയിപ്പോൾ എന്തായാലും അടുത്തുള്ള ഇത് അതിന് കൂടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ലണ്ടനിൽ മോസ്ക് പോകുന്ന മെയിൻ ഉദ്ദേശം ഫ്രണ്ട്സിനെ എല്ലാവരെയും കാണുക, എല്ലാവരും മീറ്റ് ചെയ്യുക, ഫോട്ടോ എടുക്കുക, അതൊക്കെ തന്നെയാണ്. പക്ഷേ ഇത്തവണ ആരും അങ്ങനെ നിലവിൽ ഇവിടെ സ്ഥലത്തില്ല. പിന്നെ അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം ആരെയും കാണാൻ പറ്റില്ല. ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ പിന്നെ ഞങ്ങളിവിടെ അടുത്ത് തന്നെ കൂടാമെന്ന് വിചാരിച്ചു. നാളെ ഇൻഷാ അല്ലാഹ് ലണ്ടനിൽ ഒരു ഈദ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോവാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇതാ റെഡിയായി. ഇനി പള്ളിയിൽ പോകുന്നു, വന്ന് ഫുഡ് കഴിക്കുന്നു. ചിലപ്പോൾ എല്ലാ അധികവും ഫുഡ് കഴിച്ച ക്ഷീണത്തിൽ മയങ്ങുന്നു. അതുകൊണ്ട് കാര്യമായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഫുള്ള് ഔട്ട്ഫിറ്റ് വരുന്നത്. ജസ്റ്റ് ചെരുപ്പ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പോവാവുന്നതാണ്. That's it. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും സെൻട്രൽ മോസ്ക് പോകുമ്പോൾ അവിടെ ചെറി ബ്ലോസ് ഉണ്ടാവും. അപ്പോൾ അതിനോട് മാച്ചായിട്ടൊക്കെയാണ് പിങ്കും ഫ്ലവേഴ്സൊക്കെ എടുത്ത്. പക്ഷേ ഇനി പാർക്കിൽ എങ്ങനെയൊക്കെയാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല. എന്നാലും നമുക്ക് സമയത്തിന് പള്ളിയിൽ കൂടുതലാണല്ലോ പ്രാധാന്യം.
അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുക. ഫോട്ടോസൊക്കെ നമുക്ക് പിന്നെ എടുക്കാമല്ലോ. എന്നാലും എല്ലാവരും പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. എനിക്കതൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇനി എന്താ, ഞാൻ പള്ളി പോട്ടെ. പിന്നെ നാളെ കാണാം. നാളെ ഞാൻ ഈദ് ഫസ്റ്റിന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കാം. അപ്പോൾ ഓക്കെ, ബായ്. So we're going to say takbirat now. May Allah subhanahu wa ta'ala the management and the mood subhanahu wa ta'ala to elevate our ranks. Allahu Akbar. ഈ പെരുന്നാൾ ദിവസം പള്ളിയിലോ ഈദ്ഗാഹിലൊക്കെ പോയി കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടിയിരുന്ന് ഫാമിലിയായിട്ട് ഫോട്ടോസ് എടുക്കുന്നതും പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഗുഡ് ഫീലല്ലേ. എനിക്ക് തോന്നുന്നത് പെരുന്നാളായാൽ ആണുങ്ങളെക്കാട്ടിലും ഡ്രസ്സ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഒരിത് പെണ്ണുങ്ങൾക്കാണ് തോന്നുന്നത്. ഞാനെന്തായാലും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി വീട്ടിൽ തിരിച്ചു പോവാണ്. ഫുഡൊക്കെ കഴിക്കുക, പിന്നെ ഒരുറക്കം ഉണ്ടാവും എന്തായാലും. ഞാനങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. ഇനിയിപ്പോൾ നമ്മുടെ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ടാണ് ഫുഡ് കഴിക്കൽ. ഞാൻ ഫുഡൊക്കെ ഇന്നലെ തന്നെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പള്ളി കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ സ്പെഷ്യൽ തവണ ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ ബീഫ് വരട്ടിയതുണ്ട്, സലാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഡെസേർട്ടായിട്ട് ഗുലാബ് ജാമുൻ രസമലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഫുഡ് കഴിച്ച് ഒന്ന് മയങ്ങിയിരിക്കട്ടെ. ഇത് അടുത്ത ദിവസമാണ് ഞാൻ പറഞ്ഞ പോലെ ഈദ് ഫെസ്റ്റിന് വന്നു. ഇവിടെ ഇടയ്ക്ക് നല്ല തിരക്ക്. നോക്കി എൻ്റെ ബാക്കിൽ ക്യൂ ആണ്, ഇത്രയും ആൾക്കാർ. ഇവർക്കൊന്നും ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഇവർ ക്യൂവിൽ വെയിറ്റ് ചെയ്തിരിക്കാൻ. ഞാൻ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത കാരണം എനിക്ക് കിട്ടിയിട്ട് പകത്ത് കയറാൻ വേണ്ടി പറ്റി. ഇവിടെ സെയിം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഈദ് ഫെസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ സ്റ്റോൾസും റൈഡ്സും ഫുഡ് കോർണേഴ്സൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒക്കെ തന്നെയാണ് ഉള്ളത്. ഇവിടെ നല്ല ചീപ്പായിട്ട് കിട്ടുന്ന അബായ സ്റ്റോഴ്സ്, ഹിജാബ് സ്റ്റോഴ്സ്, പിന്നെ സൽവാർ സ്റ്റോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ഞാനൊന്നും മേടിച്ചോന്നില്ല അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ ഫുഡ് എന്തൊക്കെ കിട്ടാതെന്ന് നോക്കി ഇറങ്ങി. ഏതൊക്കെ തരം സ്റ്റോൾസായില്ല, ഏതൊക്കെ ക്യൂസീൻസൊക്കെ കിട്ടാമെന്ന് എല്ലാതൊക്കെ ഒന്ന് നോക്കി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊക്കെ നോക്കി മേടിക്കാതില്ല രീതിക്ക് അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നു. ഞങ്ങളവിടെ ഒരു ടർക്കിഷ് കബാബ് പോലത്തെ ഒരു ഐറ്റം പിന്നെ ഒരു ഡംപ്ലിങ്സ് ഒക്കെ ട്രൈ ചെയ്തായിരുന്നു. ഇത് ഞങ്ങളവിടെ കുറേ പേരുടെ കയ്യിൽ കണ്ടിട്ട് അന്വേഷിച്ച് പോയി മേടിച്ചതായിരുന്നു. അപ്പം നോക്കിയപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ മാങ്ങ സ്ലൈസ് ചെയ്ത് ഉപ്പും മുളകൊക്കെ ഇട്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു പുളി അരച്ചൊരു സ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നായിട്ട് കുറേ കാലത്തിന് ശേഷം ഇങ്ങനത്തെ സ്പൈസി ആയിട്ടൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടേക്ക് ഒന്നുകൂടെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് ഇപ്പോൾ വീട്ടിൽ തിരിച്ചു പോവുകയാണ്.